HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനന്യ സന്ദീപ്, സാന്ദ്ര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മിനിമം മാർക്ക് വരും, സർക്കാർ സ്കൂളുകളിൽ 100 മേനി കുറവ്, അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രി. ബാങ്ക് ജപ്തിയിൽ സർക്കാരിന് ഇടപെടാം, അരളിപ്പൂവ് വില്ലനോ, കശ്മീരിൽ 3 ഭീകരരെ വധിച്ചു, എയർ ഇന്ത്യയിൽ കൂട്ടപ്രതിഷേധ ലീവ്, ഓക്സിജൻ റിലീഫ് വാൽവിൽ തകരാർ, ഭൂമി തരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റവും ക്രമക്കേടുകളും, കടമെടുപ്പിൽ അകപ്പെട്ടിരിക്കെ കൂട്ടവിരമിക്കലിൽ കുടുങ്ങി സർക്കാർ, മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു, നടി കനകലത അന്തരിച്ചു, കന്യാകുമാരിയിൽ കടലിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മിനിമം മാർക്ക് വരും, SSLC മൂല്യനിർണ്ണയ രീതി മാറ്റുന്നു. 40 മാർക്കുള്ള വിഷയത്തിൽ 12 മാർക്ക് നേടണം. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷാ മൂല്യനിർണ്ണയ രീതി മാറ്റുന്നത് പരിഗണനയിലെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. SSLC ഫലപ്രഖ്യാപന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. എഴുത്തുപരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. വിജയത്തിന് എഴുത്തുപരീക്ഷയിൽ പ്രത്യേകം മാർക്ക് നേടുന്ന പേപ്പർ മിനിമം രീതി തിരിച്ചു കൊണ്ടുവരുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഇതോടെ 40 മാർക്കുള്ള വിഷയത്തിൽ ജയിക്കാൻ എഴുത്തുപരീക്ഷയിൽ 12 മാർക്ക് നേടണം. 80 മാർക്കുള്ള വിഷയത്തിന് വിജയിക്കണമെങ്കിൽ മിനിമം 24 മാർക്ക് ആവശ്യമായിരിക്കും. മാറ്റം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2023-24 വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയായിരുന്നു വി ശിവൻകുട്ടി. സർക്കാർ സ്കൂളുകളിൽ 100 മേനി കുറവ്, അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രി. സംസ്ഥാനത്തെ 2023-24 വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 100 മേനി വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവ്. സ്കൂളുകളിൽ 100% വിജയം നേടിയ സ്കൂൾ അധികമില്ലാത്തതിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 വർഷം നീളുന്ന പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളതെന്നും അത് സംബന്ധിച്ച് അടുത്ത ആഴ്ച അധ്യാപക സംഘടനകളുടെ യോഗം ചേരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ബാങ്ക് ജപ്തിയിൽ സർക്കാരിന് ഇടപെടാം. 20 ലക്ഷം വരെ കുടിശ്ശികയ്ക്ക് ബാങ്ക് ജപ്തി നീട്ടി തുക ഗഡുക്കളായി തിരിച്ചടയ്ക്കുന്നത് അനുവദിക്കാൻ സർക്കാരിന് അധികാരം വരുന്നു. ഇതിനുള്ള നിയമ ഭേദഗതി അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 10 ഗഡുക്കളായാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഇത് ജപ്തി ഭീഷണി നേരിടുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാകുന്നു. 20 ലക്ഷത്തിന് മുകളിലുള്ളവയിൽ ഡെബിറ്റ് റിക്കവറി ട്രിബ്യൂണലാണ് തീരുമാനമെടുക്കുന്നത്. 1 ലക്ഷത്തിന് മേൽ കിട്ടാക്കടം കോടതിയുടെയോ ട്രിബ്യൂണലിൻ്റെയോ ഇടപെടലില്ലാതെ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് സർഫാസിക് അധികാരം നൽകുന്നു. ജപ്തിക്ക് അനുമതി തേടി ബാങ്കുകൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ സമീപിക്കുമ്പോൾ സർക്കാർ ഇളവുകൾ അനുവദിക്കാറുണ്ടായിരുന്നു. അരളിപ്പൂവ് വില്ലനോ, സൂര്യ സുരേന്ദ്രൻ എന്ന 24-കാരിയുടെ മരണം അരളിപ്പൂവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. BSc നഴ്സിംഗ് പാസ്സായ സൂര്യ UK-യിൽ ജോലിയിൽ ചേരാനായി ഞായറാഴ്ച രാവിലെയാണ് പുറപ്പെട്ടത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീണ സൂര്യ തിങ്കളാഴ്ച രാവിലെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിനിയായ സൂര്യ യാത്രയ്ക്ക് മുമ്പായി വീട്ടിൽ നിന്ന് പലരോടും ഫോണിലൂടെയാണ് യാത്ര പറഞ്ഞത്. ഫോൺ സംസാരത്തിനിടെ അടുത്ത വീട്ടിൽ നിന്ന് അരളിയിലെ പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് അരളിപ്പൂവിന് വില്ലൻ പരിവേഷം ലഭിച്ചത്. ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അരളിച്ചെടിയുടെ വിഷം ഹൃദയാഘാതത്തിലേക്ക് നയിക്കാമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അറിയിച്ചു. കശ്മീരിൽ 3 ഭീകരരെ വധിച്ചു. ജമ്മു കശ്മീരിലെ ഗുൽഗാം ജില്ലയിൽ വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ റെഡ്വാനി പയ്യീൻ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടവരിലൊരാൾ കൊടും ഭീകരരുടെ പട്ടികയിലുള്ളയാളാണെന്നും സൈന്യം അറിയിച്ചു. ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ ബാസിദ് അഹമ്മദ് ദാർ, മോമിൻ ഗുൽസാർ
ഫാഹിം, അഹമ്മദ് ബാബ എന്നീ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വ്യക്തമാക്കി. എയർ ഇന്ത്യയിൽ കൂട്ടപ്രതിഷേധ ലീവ്. 86 വിമാനം റദ്ദാക്കി. 20,000 പേർ കുടുങ്ങി. മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ച ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 86 സർവീസുകൾ ഇന്നലെ മുടങ്ങി. 20,000-ലേറെ യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. ചൊവ്വാഴ്ച രാത്രി തുടങ്ങിയ പ്രതിഷേധ സമരം തുടരുകയാണ്. സിവിൽ വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടി. കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ളവരുടെ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങി. വിസ കാലാവധി തീരുന്നവരും അത്യാവശ്യ യാത്രക്കാരുമാണ് നല്ലൊരു പങ്കും. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിൽ 27 സർവീസുകൾ മുടങ്ങി. 3800 പേരാണ് കുടുങ്ങിയത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സർവീസ് റദ്ദാക്കിയതറിയുന്നത്. ഓക്സിജൻ റിലീഫ് വാൽവിൽ തകരാർ. സുനിത വില്യംസ് ഉൾപ്പെട്ട ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം മാറ്റി. ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെ 3ാം ബഹിരാകാശ യാത്രയാകുമായിരുന്ന നാസയുടെ ബഹിരാകാശ പേടകം ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചു. ഓക്സിജൻ റിലീഫ് വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണത്തിന് 90 മിനിറ്റ് മുമ്പ് ദൗത്യം മാറ്റിവെച്ചത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം 8:04 സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. മനുഷ്യരുമായി സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണിത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. സുനിത വില്യംസും നാസയുടെ ബുഷ് വിൽമോറുമായിരുന്നു സ്റ്റാർ ലൈനറിലെ ബഹിരാകാശ സഞ്ചാരികൾ. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് സ്റ്റാർ ലൈനർ വിക്ഷേപണം. നിലവിൽ 322 ദിവസം സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് ഒരു വനിത നടന്നതിന്റെ റെക്കോർഡും ഇവരുടെ പേരിലായിരുന്നു. പിന്നീട് പെഗ്ഗി വെയ്റ്റ്സൺ ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കി. സുനിതയുടെ ആദ്യ യാത്ര 2006 ഡിസംബർ 9-നായിരുന്നു. 2007 ജൂൺ 22-നാണ് അവർ തിരിച്ചെത്തിയത്. ഭൂമിതരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റവും ക്രമക്കേടുകളും. സംസ്ഥാനത്ത് ഭൂമിതരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ ഇടപെടലുകളും ക്രമക്കേടും. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഒരു ഏജൻസിയുടെ മൊബൈൽ നമ്പറിൽ നിന്നും മാത്രം 700 അപേക്ഷകൾ ഭൂമിതരം മാറ്റുന്നതിനാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ലഭിച്ചതായി കണ്ടെത്തി. സംസ്ഥാനത്ത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും 2008-ലെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തുള്ളതുമായി ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നതിന് ചില സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംസ്ഥാന വ്യാപകമായ പരസ്യം ചെയ്തു. ചില റവന്യൂ ഉദ്യോഗസ്ഥരെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് അവരുടെ സഹായത്തോടെയാണ് ക്രമക്കേട് നടത്തിവരുന്നത്. കടമെടുപ്പിൽ അകപ്പെട്ടിരിക്കെ കൂട്ടവിരമിക്കലിൽ കുടുങ്ങി സർക്കാർ. മെയ്യിൽ പെൻഷനാകുന്നത് 16,638 സർക്കാർ ജീവനക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയാകും. 16,638 പേരാണ് മെയ്യിൽ പെൻഷനാകുന്നത്. ഇവർക്ക് ആനുകൂല്യം നൽകാൻ 9,151.31 കോടി രൂപ കണ്ടെത്തണം. വിരമിക്കൽ ആനുകൂല്യ വിതരണം നീട്ടൽ, പെൻഷൻ പ്രായം ഏകീകരിച്ച് 1 വർഷം നീട്ടൽ എന്നിവയിലൊന്ന് സർക്കാർ ആലോചിക്കുന്നു. വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷമാകും തീരുമാനം. പ്രായം ഏകീകരണത്തോടെ കടുത്ത എതിർപ്പുയർന്നേക്കാം. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷനാണ് കൂടുതൽ സാധ്യത. അതേസമയം വിരമിക്കൽ ആനുകൂല്യം കൂടുതൽ പലിശ നൽകി ട്രഷറി നിക്ഷേപമായി കണക്കാക്കി സാവകാശം തേടുന്നതും ആലോചിക്കുന്നു. ഇതേ സംബന്ധിച്ച് ജീവനക്കാർക്ക് ഓപ്ഷൻ നൽകുന്നു. ആനുകൂല്യ വിതരണം ഏറെ നീണ്ടാൽ പെൻഷൻകാർ കോടതിയിൽ പോകുമെന്ന് സാധ്യത കണ്ടാണ് ട്രഷറിയിൽ നിക്ഷേപിക്കുന്നത്. മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് നടപടി. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, മേയറുടെ സഹോദരൻ അരവിന്ദ്, ഭാര്യ ആര്യ, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യദുവിന്റെ പരാതി. കന്റോൺമെന്റ് പോലീസിനോടാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 നിർദ്ദേശം നൽകിയത്. നടി കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. വർണ്ണപ്പകിട്ട്, കിരീടം, ജാഗ്രത, രാജാവിൻ്റെ മകൻ, കൗരവൻ, അനിയത്തിപ്രാവ് തുടങ്ങി 350-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു. നാടകത്തിലൂടെയായിരുന്നു കനകലത സിനിമയിലെത്തിയത്. പൂക്കാലം എന്ന ചിത്രത്തിലായിരുന്നു അവസാനമായി അഭിനയിച്ചത്. പാർക്കിൻസണിനും മറവി രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കന്യാകുമാരിയിൽ കടലിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു.
പ്രവേശനം വിലക്കിയ ബീച്ചിൽ അപകടം. കന്യാകുമാരി ഗണപതിപുരത്ത് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. സഹപാഠിയുടെ സഹോദരിയുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കടലിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. കടൽക്ഷോഭ മുന്നറിയിപ്പിനെ തുടർന്ന് ബീച്ചിൽ പ്രവേശനം വിലക്കിയിരുന്നു. തെങ്ങിൻതോപ്പിലൂടെയാണ് സംഘം ബീച്ചിലെത്തിയത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മിനിമം മാർക്ക് വരും. സർക്കാർ സ്കൂളുകളിൽ 100 മേനി കുറവ്, അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി. ബാങ്ക് ജപ്തിയിൽ സർക്കാരിന് ഇടപെടാം. അരളിപ്പൂവ് വില്ലനോ. കശ്മീരിൽ 3 ഭീകരരെ വധിച്ചു. എയർ ഇന്ത്യയിൽ കൂട്ടപ്രതിഷേധ ലീവ്. ഓക്സിജൻ റിലീഫ് വാൽവിൽ തകരാർ. ഭൂമിതരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റവും ക്രമക്കേടുകളും. കടമെടുപ്പിൽ അകപ്പെട്ടിരിക്കെ കൂട്ടവിരമിക്കലിൽ കുടുങ്ങി സർക്കാർ. മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നടി കനകലത അന്തരിച്ചു. കന്യാകുമാരിയിൽ കടലിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. സാ സദസ നിധ പനിധ മഗ മഗരി സ ശിവഗിരി HS റേഡിയോ വാക്കും പൊരുളും. സാ സദസ നിധ പനിധ മഗ മഗരി സ. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ വാക്കും പൊരുളും പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ആവണി. ചില പുതിയ പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഉത്തുംഗം ഉയർന്നത്, കൈധവം കളവ്, അവനി ഭൂമി, അഭിമതം ആഗ്രഹം, അനപത്യത ദുഃഖം, സന്താനമില്ലാത്ത ദുഃഖം, നന്ദി. സാ സദസ നിധ പനിധ മഗ മഗരി സ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസ നിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം അന്താരാഷ്ട്ര തൊഴിൽ ദിനം എന്ന്. ഉത്തരം മെയ് 1. വിജയ് ഷിഫ മിർസ 7D. ഈ ആഴ്ചയിലെ ചോദ്യം ഉയർന്നത് എന്നർത്ഥം വരുന്ന പദം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസ നിധ പനിധ മഗ മഗരി സ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.